ഇതാ വരാൻ പോകുന്നു ഫെബ്രുവരി 1 തൈപ്പൂയാണ്. തൈപ്പൂയം ഭഗവാന്റെ പിറന്നാളാണ് എന്ന് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. ഞാൻ പറയുമായിരുന്നു തൈപ്പൂയ അല്ല ഭഗവാന്റെ പിറന്നാൾ ശരിക്കും. ഭഗവാന്റെ നക്ഷത്രം എന്താ ശരിക്കും? ആണോ? കാർത്തികയല്ല ഭഗവാൻ നക്ഷത്രം. യഥാർത്ഥത്തിൽ വരുന്ന നക്ഷത്രം വിശാഖാണ് കേട്ടോ. വൈശാഖ് എന്ന് പേരിടുന്നുണ്ടാവും കുട്ടികൾക്ക് അല്ലെ? ഇവിടെ ആരും ഉണ്ട് ആ പേരുള്ള ആൾക്കാർ? മനസ്സിലാക്കിക്കോളൂ മുരുകനാണെന്ന്. വിശാഖാണ് നക്ഷത്രം. വൈശാഖ മാസത്തിൽ വിശാഖം നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുന്നത്. തൈപ്പൂയം നമ്മുടെ പാരമ്പര്യത്തിൽ ഭഗവാന്റെ പിറന്നാളായിട്ട് നമ്മൾ ആഘോഷിക്കണമെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഭഗവാൻ നക്ഷത്രം വിശാഖാണ്. വേലി കിട്ടുന്ന ദിവസമാണ്. ശൂരപത്മൻ, താരകൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരെ വധിക്കുന്ന ദിവസമാണ് ഷഷ്ടി, സ്കന്ദഷഷ്ടി. ഭഗവാന്റെ വിവാഹം നടന്ന ദിവസമാണ് പൈങ്കുനിയത്രം. ഇത്രയും പ്രാധാന്യമാണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജീവിതത്തിൽ പറയാം. ദേവസേനാധിപതിയായിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്തതും സ്കന്ദഷഷ്ടിക്കാണെന്ന് പറയാറുണ്ട്. യുദ്ധം ജയിച്ച സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് രണ്ടും പറയാറുണ്ട്, രണ്ട് വ്യാഖ്യാനം. കാർത്തിക ഭഗവാനെ വളർത്തിയ കാർത്തിക നക്ഷത്രത്തിലെ 6 കന്യകമാർ അവൾ വിഷമിച്ചതാണ്. ശ്രീപാർവതിയുടെ ഒക്കത്ത് കയറിയിട്ട് ഈ കുട്ടിയിരിക്കുന്നുണ്ടപ്പോ ഈ കുട്ടിയെ വളർത്തിയില്ലാക്കിയത് ഞങ്ങളാണല്ലോ, ഞങ്ങളെ ഇപ്പൊ നിനക്ക് വേണ്ടാണ്ടായില്ലേ കുട്ടി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്രേ ഭഗവാൻ, നിങ്ങളും എന്റെ അമ്മമാരാണ്, അതുകൊണ്ട് നാളെ ലോകം എന്നെ കാർത്തികേയൻ എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. അതുപോലെ ഭഗവാന്റെ ഈ ശിവന്റെ തേജസ് 6 സ്ഫുലിംഗങ്ങളാണ് ഭഗവാനിൽ നിന്ന് ഉണ്ടാവുക. 6 മുഖങ്ങളിൽ നിന്ന് 6 സ്ഫുലിംഗങ്ങൾ, 6 തീക്കട്ടകൾ. അഗ്നിയാണ് വഹിക്കുക. അഗ്നി ആദ്യം കൊണ്ടായി നിക്ഷേപിക്കുക ഗംഗയിലാണ്. ഗംഗ 10,000 വർഷക്കാലം ഗർഭത്തിൽ സൂക്ഷിച്ചതാണ്. എന്നിട്ട് പ്രസവിക്കാൻ സാധിക്കാതെയാണ് ശരവണ പൊയ്കകളിലുള്ള 6 താമരയിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ ശ്രീപാർവതി വന്നിട്ട് കുട്ടി എടുത്തതോടുകൂടി കാർത്തിക നക്ഷത്രത്തിലെ അമ്മമാർക്ക് വിഷമായി, ഈ കുട്ടി ഞങ്ങളുടെ അല്ലാണ്ടായല്ലോ. അപ്പോഴാ ഭഗവാൻ സമാധാനിപ്പിച്ചത്, ഞാൻ നിങ്ങളുടെയും മകനാണ്, ലോകം എന്നെ കാർത്തികയെ എന്ന് വിളിക്കും. അത് കഴിഞ്ഞപ്പോ പാവം ഗംഗാമാതാവ് ഇരുന്ന് കരയുന്നുണ്ട് ഇത്രേ. ശ്രീപാർവതി എന്റെ അമ്മയാണ്, കാർത്തിക നക്ഷത്രത്തിലെ ആൾക്കാരും എന്റെ അമ്മയാണ്, പാവം നിന്നെ 10,000 കൊല്ലം ചുമന്ന ഞാൻ ആരും അല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞു അത്രേ. ഭഗവാൻ അങ്കുരി കൊടുത്തതാണ്, അമ്മ എന്റെ അമ്മ തന്നെയാണ്, അതുകൊണ്ട് ലോകം എന്നെ കാലങ്ങൾക്ക് ശേഷം ഗാംഗേയൻ എന്ന് വിളിക്കുന്നതാണ്. ഭഗവാന്റെ നാമത്തിലുണ്ടത്. ഗംഗയുടെ മകൻ എന്നാണ് അർത്ഥം. നിങ്ങൾ തമിഴ്നാട് പോവാണെങ്കിൽ അവിടെ കാങ്ക എന്നൊരു സ്ഥലമുണ്ട്, അതിന്റെ പേര് ഗാംഗേയം. അവിടെ ഇരിക്കുന്നത് ഗംഗയുടെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ്. അപ്പൊ ഭഗവാൻ എല്ലാവരും അമ്മയാക്കുന്ന സ്വഭാവം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ നീ എന്റെ മകനെന്ന് ചോദിച്ചാൽ ഭാവം പറയും, ഞാൻ നിങ്ങളുടെ മകനാണ്.